എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഞാൻ സൂരജ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവൽ എക്സാമുകൾക്ക് സാധാരണഗതിയിൽ ചോദിച്ചു കാണാറുള്ള ഒരു ടോപ്പിക്കാണ് വർക്ക്ഷോപ്പ് സേഫ്റ്റി എന്ന് പറയുന്ന ടോപ്പിക്. സോ നമുക്ക് ഇന്ന് വർക്ക്ഷോപ്പ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ഒന്ന് ആക്സിഡന്റ് എന്ന് പറയുന്ന ടോപ്പിക്, അതുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി, ദെൻ ഫസ്റ്റ് എയ്ഡ്, ദെൻ PPE എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ദെൻ വേസ്റ്റ് ഡിസ്പോസൽ, ദെൻ 5S കോൺസെപ്റ്റ്, ദെൻ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് MCQ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ ആക്സിഡന്റ് എന്ന് പറയുന്ന ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ പലപ്പോഴും നമുക്ക് ആക്സിഡൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ. സോ അതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന സഡൻ ആയിട്ട് അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് എന്ന് നമുക്ക് പറയാം. സോ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ചെറിയ ഡെഫിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ളത്, ആരും പ്രതീക്ഷിക്കുന്നതൊന്നല്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള, ആരും പ്ലാൻ ചെയ്തുകൊണ്ടല്ല ആക്സിഡന്റ് വരുത്തുന്നുണ്ടാവുക, അല്ലെങ്കിൽ അതൊരു അൺപ്ലാൻഡ് ആയിട്ടുള്ള സഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് എന്ത് ആക്സിഡന്റ് എന്ന് പറയുന്നത്. വിച്ച് മേ കോസ് ഡാമേജ് ടു എ പേഴ്സൺസ് പ്രോപ്പർട്ടി ഓർ ഹിസ് എൻവയോൺമെന്റ് അല്ലെ. ഇത്തരത്തില് ആക്സിഡന്റ് ഫലമായിട്ട് ഒന്നുകിൽ ആക്സിഡന്റ് പറ്റുന്ന ആൾക്ക് എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഡാമേജസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവുന്ന ആളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ്, ഫോർ എക്സാമ്പിൾ മെഷീൻസ്, അല്ലെങ്കിൽ ആളുടെ ഇപ്പോൾ നമുക്ക് വാഹന അപകടമാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ആളുടെ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ വാഹനമാണ് അല്ലെ. സോ ആ ഒരു വാഹനം എന്തെന്നുണ്ടാവും, അത് നഷ്ടപ്പെടുന്നുണ്ടാവും അല്ലെങ്കിൽ ഡാമേജസ് സംഭവിക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തില് നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു മെഷീനുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പൊ ആ ഒരു മെഷീനിന് പലപ്പോഴും പല ഡാമേജസ് ഉണ്ടാവാറുണ്ട്, ടൂൾസിന് ഡാമേജസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തില് വിച്ച് മേ കോസ് ഡാമേജ് ടു എ പേഴ്സൺസ് പ്രോപ്പർട്ടി ഓർ ഹിസ് എൻവയോൺമെന്റ് അല്ലെ. ആ ഒരു എൻവയോൺമെന്റിനും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന്റെ പ്രോപ്പർട്ടിക്കും ഒക്കെ ഡാമേജസ് ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലുള്ള ആക്സിഡന്റുമായി ബന്ധപ്പെട്ട്. അപ്പം ആക്സിഡന്റ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്ടഡ്, അൺപ്ലാൻഡ്, സഡൻ ആയിട്ടുള്ള അൺഡിസൈറബിൾ ഇവന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ആക്സിഡന്റ് ഈസ് എ ഡാഷ് കൈൻഡ് ഓഫ് ഇവന്റ്. ഇതൊരു അൺപ്ലാൻഡ്, അൺഎക്സ്പെക്ടഡ്, സഡൻ ആയിട്ടുള്ള അൺഡിസൈറബിൾ ഇവന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ആക്സിഡന്റ് എന്താണെന്ന് മനസ്സിലായി. നമുക്ക് ഇനി ആക്സിഡന്റിനെ നമുക്ക് എന്താണ് സേഫ്റ്റി എന്താന്നുള്ള ഒരു ടേം അല്ലെ, സേഫ്റ്റി എന്ന് പറയുന്ന ടേം എന്താന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ പറയാറുണ്ട് വളരെ സേഫ് ആയിട്ട് പോകണം, അല്ലെങ്കിൽ സേഫ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്, സേഫ്റ്റിക്ക് എപ്പോഴും മുൻതൂക്കം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ സേഫ്റ്റി മീൻസ് ഫ്രീഡം ഓർ പ്രൊട്ടക്ഷൻ ഫ്രം ഹാം, ഡേഞ്ചർ, ഹസാർഡ്, റിസ്ക്, ആക്സിഡന്റ്, ഇഞ്ചുറി ഓർ ഡാമേജ്. ഇത്തരത്തില് എന്താണ് ഈ സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീഡം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഫ്രം ഹാം, ഡേഞ്ചർ, ഹസാർഡ്, റിസ്ക്, ആക്സിഡന്റ്, ഇഞ്ചുറി ഓർ ഡാമേജ്. ഇത്തരത്തിൽ ആക്സിഡന്റിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലെ, ആക്സിഡന്റ് ഫ്രീ ആക്കാൻ വേണ്ടി, ആക്സിഡന്റ് ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്ന ആക്സിഡന്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഫോളോ ചെയ്യാം, സേഫ്റ്റി റൂൾസ് ഫോളോ ചെയ്യാം. റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഉണ്ടാവുന്ന ഹസാർഡ്സ് ഒഴിവാക്കാൻ വേണ്ടി, ഡേഞ്ചർ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഹാം ആയിട്ടുള്ള, നമുക്ക് മോശമായി സംഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി, ഇഞ്ചുറീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഡാമേജസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലെ സേഫ്റ്റി റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടാവുക. സോ സേഫ്റ്റി മീൻസ് ഫ്രീഡം ഓർ പ്രൊട്ടക്ഷൻ ഫ്രം ഹാം, ഡേഞ്ചർ, ഹസാർഡ്, റിസ്ക്, ആക്സിഡന്റ്, ഇഞ്ചുറി ഓർ ഡാമേജ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫ്രം ഹാം ഓർ ഡേഞ്ചർ. ഇത്തരത്തിൽ പറയാം, ഡിഗ്രി ഓഫ് ഫ്രീഡം ഫ്രം ഹാം ഓർ ഡേഞ്ചർ ആണ് എന്ത് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്തരത്തില് നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളിപ്പോ ടൂൾസുമായി ബന്ധപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മെഷീൻസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മളുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്, നമ്മളുടെ പേഴ്സണൽ നമുക്ക് നമ്മളുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. നമ്മളെ ഈ പറയുന്ന ആക്സിഡന്റിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഹാം ഒന്നും ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പലപ്പോഴും ഹെൽമെറ്റ്, ഗോഗിൾസ്, അതുപോലെ ആപ്രോൺ, ഗ്ലൗസ് എന്നിവയൊക്കെ ധരിക്കാറുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്കത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വാഹനം 4 വീലർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കാറുണ്ട് അല്ലെ. എന്തിനാണ്, നമുക്ക് അത്തരത്തിൽ എന്താണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നുണ്ടാവുക അല്ലെ. സോ അത്തരത്തില് ഡിഗ്രി ഓഫ് ഫ്രീഡം ഫ്രം ഹാം ഓർ ഡേഞ്ചർ ആണ് എന്ത് സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സോ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആർ കൺസേൺ വിത്ത് പ്രൊട്ടക്ടിങ് ദ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് പീപ്പിൾ എൻഗേജ് ഇൻ വർക്ക് ഓർ എംപ്ലോയ്മെന്റ്. ഇത്തരത്തില് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി അല്ലെങ്കിൽ വർക്കുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാവുന്ന സേഫ്റ്റി, ഹെൽത്ത്, ആ ഒരു വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്കറിന്റെ വെൽഫെയറുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാണ് ഇത്തരത്തിൽ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ വരുന്നുണ്ടാകും. സോ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആർ കൺസേൺ വിത്ത് പ്രൊട്ടക്ടിങ് ദ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് പീപ്പിൾ, അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വെൽഫെയർ, അതുപോലെ ആൾക്കാരുടെ ഹെൽത്ത്, അവരുടെ സേഫ്റ്റി, അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് ഓർത്തിരിക്കാം, ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആർ കൺസേൺ വിത്ത് പ്രൊട്ടക്ടിങ് ദ സേഫ്റ്റി, health and welfare of people engaged in work or employment. So the goal is to provide safe work environment and to prevent hazard. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫോളോ ചെയ്യുന്നതുകൊണ്ട് എന്താണ് അതിന് ഗോൾ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, വളരെ സേഫ് ആയിട്ട് നമ്മളുടെ വർക്കേഴ്സിന് വർക്ക് ചെയ്യാനുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഹസാർഡ്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യുക. സോ അത്തരത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നമ്മളെ സഹായിക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഫൈൻ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ടൈം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ നമ്മളുടെ വാഹനങ്ങളിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് പോയിന്റുകൾ സാധാരണ ഇത്തരത്തിൽ ഇൻഡസ്ട്രീസിൽ കാണാറുണ്ട്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇമ്മീഡിയറ്റ് കെയർ ആൻഡ് സപ്പോർട്ട്. ഇത്തരത്തിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയറും സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ആർക്കാണ്? ഗിവൺ ടു ആൻ അക്യൂട്ട്ലി ഇൻജേർഡ് അല്ലെങ്കിൽ ഇൽ പേഴ്സൺ, അല്ലെ, ഇത്തരത്തിൽ വളരെ നന്നായിട്ട് ഇൻജേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസുഖമുള്ള ആൾക്കാർക്ക് ഇത്തരത്തിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈമറിലി ടു സേവ് ലൈഫ്, അല്ലെ, അവരുടെ ലൈഫ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻജേർഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ പെട്ടെന്ന് അസുഖം വരുന്ന ആൾക്കാർക്കും ഒക്കെ നമ്മളൊരു ഇമ്മീഡിയറ്റ് കെയറും സപ്പോർട്ടും കൊടുക്കുന്നുണ്ടാകും. ഇത്തരത്തിലുള്ള ആ സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന സപ്പോർട്ടും കെയറിനുമാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തില് നമ്മൾ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് പ്രിവെന്റ് ഫർദർ ഡിറ്റീറിയേഷൻ ഓർ ഇഞ്ചറി, അല്ലെ. ഇതിൽ കൂടുതൽ സാധാരണ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ തുടക്കത്തിൽ നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വൈദ്യസഹായം എന്നൊക്കെ നമുക്ക് പറയാം ഇത്തരത്തില് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് ഇമ്മീഡിയറ്റ് ലൈഫ് സേവിംഗ് പ്രൊസീജിയർ യൂസിങ് ഓൾ റിസോഴ്സസ് അവൈലബിൾ വിത്തിൻ റീച്ച്, അല്ലെ. നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന എല്ലാ സോഴ്സസും നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ലൈഫ് സേവിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ABC ഓഫ് ഫസ്റ്റ് എയ്ഡ്. അപ്പൊ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് ABC എന്ന് പറയുന്നത് എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ABC സ്റ്റാൻഡ്സ് ഫോർ എയർവേ, ബ്രീതിങ് ആൻഡ് സർക്കുലേഷൻ. അപ്പം എയർവേ, ബ്രീതിങ് ആൻഡ് സർക്കുലേഷൻ ആണ് ABC എന്ന് പറയുന്നത്. അപ്പൊ ABCയുടെ ഫുൾ ഫോം പലപ്പോഴും ചോദിക്കാറുണ്ട്. എയർവേ, ബ്രീതിങ് ആൻഡ് സർക്കുലേഷൻ. അപ്പൊ എയർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റൻഷൻ മസ്റ്റ് ഫസ്റ്റ് ബി ബ്രോട്ട് ടു ദ എയർവേ ടു എൻഷുർ ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ ഒരു ആക്സിഡന്റ് വന്നാൽ എല്ലാവരും ആൾക്കാർ ഓടിക്കൂടി നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഓടിക്കൂടി നിന്നാൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ളൊരു എയർവേ നമുക്ക് കിട്ടത്തില്ല, അല്ലെ. ഓക്സിജന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ എയർ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ടൊരു എയർവേ അവിടെ അഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തേത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ബ്രീതിങ്ങിൽ ഫോക്കസ് ചെയ്യുക. സോ ബ്രീതിങ് ഈ സ്റ്റോപ്സ് ദ വിക്ടിം മേ ഡൈ സൂൺ, അല്ലെ. അദ്ദേഹം ആ ഒരു ആക്സിഡന്റ് പറ്റിയ ആൾക്ക് ബ്രീതിങ് കൃത്യമായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ചു കഴിയുമ്പോൾ ആൾക്ക് ആൾ മരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഹെൻസ് മീൻസ് ടു പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ബ്രീതിങ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെ. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ആളിനെ ബ്രീതിങ്ങിൽ സപ്പോർട്ട് കൊടുക്കുക. ആദ്യം അയാളുടെ കുറച്ച് വായു കിട്ടുന്ന രീതിയിൽ ആൾക്കാരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു എയർവേ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ട്, അദ്ദേഹം അത് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി മൂന്നാമത്താണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. സോ സർക്കുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഈസ് വൈറ്റൽ ടു കീപ് പേഴ്സൺ അലൈവ്, അല്ലെ. ഇത്തരത്തില് ബ്ലഡിന്റെ സർക്കുലേഷൻ കൃത്യമായിട്ട്, ഇപ്പം വൂണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് അത് ബാൻഡേജ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് ആ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡേഴ്സ് നൗ ട്രെയിൻ ടു ഗോ സ്ട്രേറ്റ് ടു ടച്ച്
ടു ചെസ്റ്റ് കംപ്രഷൻ ത്രൂ CPR മെത്തേഡ്. ഇത്തരത്തിൽ എന്താണ് CPR മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ബ്രീത്തിങ്ങും സർക്കുലേഷനും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഫസ്റ്റ് എയ്ഡേഴ്സിന് ഇത്തരത്തിൽ ട്രെയിനിങ്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കെയറും അല്ലെങ്കിൽ സപ്പോർട്ടുമാണ് നമ്മൾ ഇത്തരത്തിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ABC ഓഫ് ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ആണ് ABC എന്ന് പറയുന്നത്. എയർവേ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു ആക്സിഡന്റ് നടന്ന അല്ലെങ്കിൽ വിക്ടിമിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എയർവേ പാസേജ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരു വായുസഞ്ചാരമുള്ള ഒരു തുറന്ന പ്രദേശത്തേക്ക് അല്ലെങ്കിൽ തുറന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തെ മാറ്റുക. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബ്രീതിങ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുക. അദ്ദേഹത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും വൂണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ബാൻഡേജ് ചെയ്യുക. അപ്പൊ അത്തരത്തിൽ ചെയ്തതിനു ശേഷം നമ്മൾ അടുത്തുള്ള ഒരു ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്താണ്, ഫസ്റ്റ് എയ്ഡ് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത് ഗോൾഡൻ അവർ. ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് എന്താണ്? ഗോൾഡൻ അവർ ഈസ് ദ പീരീഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ട്രോമാറ്റിക് ഇഞ്ചുറി ഡ്യൂറിംഗ് വിച്ച് ദർ ഈസ് എ highest likelihood that prompt medical and surgical treatment will prevent death. അല്ലെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ആക്സിഡന്റ് നടന്നു ആദ്യത്തെ ഫസ്റ്റ് 30 മിനിറ്റ്സിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നുണ്ടാവുക, ഗോൾഡൻ അവർ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മുടെ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഫസ്റ്റ് 30 മിനിറ്റ്സ്, ആദ്യത്തെ 30 മിനിറ്റ്സിനെ നമ്മൾ എന്ത് പറയും, ഗോൾഡൻ അവർ എന്ന് പറയാം. അപ്പൊ വളരെ അത് ക്രൂഷ്യൽ ആണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ആ ഒരു ഗോൾഡൻ അവറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമുക്ക് ഈ പറയുന്ന എന്താണ് ആ ഒരു ഇഞ്ചുറി ഉള്ള ആളിനെ നമ്മൾ എന്താണ് കൃത്യമായിട്ട് വൈദ്യസഹായം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡെത്ത്, അതായത് നമുക്ക് ആ ഒരു ആളിനെ നമുക്ക് എന്താണ് ജീവിതത്തിലേക്ക് കയറ്റാൻ പറ്റുന്ന ഒരു ക്രൂഷ്യൽ ടൈമാണ് എന്ത്, ആ ഒരു 30 മിനിറ്റ്സ് എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. സോ ആ ഒരു ഇഞ്ചുറിക്ക് ശേഷമുള്ള ആദ്യത്തെ 30 മിനിറ്റ് വളരെ ക്രൂഷ്യലാണ്. സോ ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഹെൽപ്പ്, അതായത് ഇൻ ദ സെൻസ് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റോ മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം ക്രൂഷ്യലാണ്. സോ ആ ഒരു 30 മിനിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ജനറലി ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഫസ്റ്റ് 30 മിനിറ്റ്സ് ആഫ്റ്റർ ദ ആക്സിഡന്റ്. ചോദിക്കാറുണ്ട്, ഫസ്റ്റ് 30 മിനിറ്റ്സ് ആഫ്റ്റർ ദ ആക്സിഡന്റ് ആണ് നമ്മുടെ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. അപ്പോൾ ഇത്തരത്തില് ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ നമ്മളെ എന്താണ് അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. അല്ലെ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റിനെ വിളിക്കുന്ന പേരാണ് PPE. ദാറ്റ് മീൻസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇൻഡസ്ട്രി പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, സോ ഡിവൈസസ്, equipment or clothing used or worn by the employees. ഇത്തരത്തിൽ എന്താണ്, ഒന്നെങ്കിൽ ചില ഡിവൈസസ് ആയിരിക്കും, അല്ലെങ്കിൽ ചില എക്യുപ്മെന്റുകൾ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ക്ലോത്തിങ്സ് ആയിരിക്കും, അല്ലേ? അപ്പൊ അത്തരത്തിൽ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വെയർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എംപ്ലോയീസ് വെയർ ചെയ്യുന്നുണ്ടാവും? ടു പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ദ വർക്ക് പ്ലേസ്. അല്ലെ, ഇത്തരത്തില് ഹസാർഡ്സിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തരത്തില് ഡിവൈസസും എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ ക്ലോത്തിങ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. The Factories Act 1948 വളരെ ഇമ്പോർട്ടന്റ് ആണ്. The Factories Act 1948 and several other labor legislations Act 1996 have provision for effective use of appropriate type of PPE. ഇത്തരത്തില് എന്താണ് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ഇൻഡസ്ട്രി അനുസൃതമായിട്ടുള്ള PPEs ധരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആക്ടുകൾ നിരവധിയുണ്ട്. സോ ഫാക്ടറീസ് ആക്ട് 1948 ആൻഡ് സെവറൽ അതർ ലേബർ ലെജിസ്ലേഷൻസ് ആക്ട് 1996. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി പ്രൊവിഷൻസ് കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള PPEs നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാക്ടറീസ് ആക്ടിന്റെ ഡേറ്റ് ഓർത്തിരിക്കാൻ 1948 ആണ്. അതുപോലെ തന്നെ ലേബർ ലെജിസ്ലേഷൻസ് 1996 എന്തൊക്കെ പറയുന്നുണ്ട് ഇത്തരത്തിൽ PPEയുമായി ബന്ധപ്പെട്ടാണ് അത് പറയുന്നത് എന്നുള്ള ഓർത്തിരിക്കാം. കൃത്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ടൈപ്പ് PPEs നമ്മൾ വർക്ക് സമയത്ത് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ബേസിക് ആയിട്ട് നോക്കാം. സോ ഹെഡ് പ്രൊട്ടക്ഷൻ, നമ്മുടെ ഹെഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ഹസാർഡ്സ് ഉണ്ടാവാൻ സാധ്യത, ഫോളിംഗ് ഒബ്ജക്ട്, എന്തെങ്കിലും നമ്മുടെ തലയിലേക്ക് വീഴുകയോ, സ്ട്രൈക്കിംഗ് അഗൈൻസ്റ്റ് ഒബ്ജക്ട്, നമ്മുടെ തല വന്നിട്ട് മറ്റു ഒബ്ജക്റ്റിലേക്ക് ഇടിക്കുകയോ, ദെൻ സ്പാറ്റേഴ്സ്, നമ്മൾ ഈ പറഞ്ഞ വെൽഡൊക്കെ ചെയ്യുന്ന സമയത്ത് സ്പാറ്റേഴ്സ് ഒക്കെ നമ്മുടെ തലയിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയങ്ങളിലൊക്കെ നമ്മൾ സാധാരണ എന്താണ് ഹെൽമെറ്റ്സ് ധരിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ?
ഇപ്പോൾ ഓവർ ഹെഡ് വെൽഡിങ് ചെയ്യുന്ന സമയത്ത്, ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ തലയ്ക്ക് മുകളിലൂടെ നമുക്ക് ഓവർ ഹെഡ് വെൽഡിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയിലേക്ക് ഇത്തരത്തില് സ്പാറ്റേഴ്സും അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്തിട്ടുള്ള മെറ്റലും ഒക്കെ വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ്സ് യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഹെൽമെറ്റ്സ് എന്ന് പറയുന്നത് ഒരു PPE ആണ് അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് നമ്മുടെ ഹെഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട്, സംശയമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് ഫുഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ഹോട്ട് സ്പാറ്റേഴ്സ് അല്ലെ നമ്മുടെ കാലുകളിലേക്ക് വീഴുന്നുണ്ടാവും, ഫോളിംഗ് ഒബ്ജക്ട്സ് നമ്മുടെ കാലുകളിലേക്ക് ഒബ്ജക്ട്സുകൾ വീഴുന്നുണ്ടാകും, വർക്കിംഗ് വെറ്റ് ഏരിയ അല്ലെ നനഞ്ഞ പ്രദേശത്തൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ബൂട്ടുകൾ നമ്മൾ ധരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഫുഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ലെതർ ലെഗ് ഗാർഡുകൾ, സേഫ്റ്റി ഷൂ, ഗം ബൂട്ടുകളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ലെതർ ലെഗ് ഗാർഡുകൾ, അതുപോലെ തന്നെ സേഫ്റ്റി ഷൂസ്, അതുപോലെ തന്നെ ഗം ബൂട്ടുകളൊക്കെ നമ്മൾ സാധാരണ എന്താണ് ഇത്തരത്തിൽ ഫുഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഹെഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ഹെൽമെറ്റ്, ഫുഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ലെതർ ലെഗ് ഗാർഡുകൾ, സേഫ്റ്റി ഷൂസ്, ഗം ബൂട്ടുകൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തില് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൂട്ടുകളാണ് ഈ ചിത്രത്തിൽ കാണുന്നത് അല്ലെ, പലതരത്തിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നോസ് ആണ് അല്ലെ, നോസുമായി ബന്ധപ്പെട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതുപോലെ ഫ്യൂംസ്, ഗ്യാസസ്, വേപ്പർ ഒക്കെയാണ് പ്രധാനപ്പെട്ട ആൾക്കാർ അല്ലെ. ഇത്തരത്തിൽ ഫ്യൂംസ് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഫ്യൂംസ് ഉണ്ടാവും, മറ്റ് എന്താണ് വിഷവാതകങ്ങൾ ചിലപ്പം ഉണ്ടാവാറുണ്ട്, വേപ്പേഴ്സ് ഉണ്ടാവാറുണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്കുകളാണ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. നോസ് മാസ്കുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഹാൻഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മളെ കൈകൾ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ആവാൻ വേണ്ടിയിട്ട് ഹസാർഡ് ഉണ്ടാവാൻ സാധ്യത എന്താണ്, ഹീറ്റ് ബേൺ ഡ്യൂ ടു ഡയറക്റ്റ് കോൺടാക്ട് അല്ലെ, നമ്മൾ ഇത്തരത്തിൽ ചൂട് വസ്തുക്കളെ പോയി തൊടുന്ന സമയത്ത് നമുക്ക് ബേൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്ലോസ് സ്പാർക്ക് മോഡറേറ്റ് ഹീറ്റിൽ, ഇത്തരത്തില് സ്പാർക്ക് ഒക്കെ നമ്മുടെ ഒരു മോഡറേറ്റ് ഹീറ്റിലൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരാനും അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് സംഭവിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ മെയിനായിട്ട് ഹാൻഡ് ഗ്ലൗസ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. സോ ഇത്തരത്തിലുള്ള ഗ്ലൗസുകൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഹാൻഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് മറ്റൊരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് ഐ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഗോഗിൾസ്, ഫേസ് ഷീൽഡ്, അതുപോലെ തന്നെ ഫേസ് ഷീൽഡ് റേഡിയേഷൻ, അതുപോലെ തന്നെ ഹാൻഡ് ഷീൽഡ്, അതുപോലെ തന്നെ ഹെഡ് ഷീൽഡുകൾ. അപ്പൊ ഇത്തരത്തിലുള്ള PPE എക്യുപ്മെന്റുകൾ ഉണ്ട്. അത് എന്തുമായി ബന്ധപ്പെട്ടാണ്, ഐ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെ. ഇത്തരത്തിൽ പൊടിപടലങ്ങളൊക്കെ നമ്മുടെ കണ്ണിലേക്ക് കയറാനും അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് റേസുകളൊക്കെ നമ്മുടെ കണ്ണിലേക്ക് കയറാനും അത് നമുക്ക് ഇത്തരത്തില് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഐ പ്രൊട്ടക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് ഗോഗിൾസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ, ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് ഗോഗിൾസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫേസ് ഷീൽഡുകൾ നമ്മൾ സാധാരണഗതിയിൽ വെൽഡിങ് സമയത്തും ഹാൻഡ് ഷീൽഡുകളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. സോ ഹെഡ് ഷീൽഡ് നമ്മൾ സാധാരണ ഇത്തരത്തിൽ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ നമുക്ക് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ഐ പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഫേസ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഫേസ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും സ്പാർക്ക് ജനറേറ്റഡ് ഡ്യൂറിങ് വെൽഡിങ്, ഗ്രൈൻഡിങ്, ഇത്തരത്തിൽ ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്തും വെൽഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഉണ്ടാകുന്ന സ്പാർക്ക് നമ്മുടെ മുഖത്തേക്ക് വരാറുണ്ട്. ദെൻ വെൽഡിങ് സ്പാറ്റർ സ്ട്രൈക്ക്, ഇത്തരത്തിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് സ്പാറ്റേഴ്സ് തെറിച്ച് നമ്മുടെ മുഖത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫേസ് പ്രൊട്ടക്ഷൻ ഫ്രം UV റേസിൽ നിന്നും ഫേസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് ഫേസ് ഷീൽഡുകളും, ഹെഡ് ഷീൽഡ് വിത്ത് ഓർ വിത്തൗട്ട് ഇയർ മഫ്, ഹെൽമെറ്റ് വിത്ത് വെൽഡേഴ്സ്, സ്ക്രീൻ ഫോർ വെൽഡേഴ്സ്, അപ്പൊ അത്തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള PPE നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസ് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ഐ പ്രൊട്ടക്ഷൻ ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇയർ പ്രൊട്ടക്ഷൻ ആണ്. ഇയർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ഹൈ നോയ്സ് ലെവലാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടാവുക. അത്തരത്തിൽ വലിയ വലിയ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നോയ്സ് ലെവൽ വളരെ കൂടുതലായിരിക്കും, അത് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. സോ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇയർ പ്ലഗ്, ഇയർ മഫ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള പ്ലഗുകളും മഫുകളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ബോഡി പ്രൊട്ടക്ഷൻ ആണ്. ബോഡി പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹോട്ട് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് വീഴാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതിന് നമുക്ക് ലെതർ ആപ്രോൺസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ലെതർ ആപ്രോൺസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇതാണ് നമ്മുടെ ആപ്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ആപ്രോൺസ്, ലെഗ് ഗാർഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഹാൻഡ് ഗ്ലൗസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ക്യാപ്പ് വിത്ത് സ്ലീവ്സ്, ഇത്തരത്തിൽ ക്യാപ്പ് വിത്ത് സ്ലീവ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിലൊക്കെ ബോഡി കവർ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ബോഡി പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്കത് മനസ്സിലാക്കാം. സോ ലെതർ അപ്രോൺസ് ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ബോഡി പ്രൊട്ടക്ഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് BIS സ്റ്റാൻഡേർഡ് പ്രകാരം, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിനെ നമ്മൾ 8 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആസ് പെർ BIS സ്റ്റാൻഡേർഡ് അല്ലെ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിനെ പ്രധാനമായിട്ടും 8 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ PPE 1 എന്ന് പറയുന്നത് ഹെൽമെറ്റ് ആണ്. PPE 1 എന്ന് പറഞ്ഞാൽ എന്താ,
PP1 എന്ന് പറയുന്നത് ഹെൽമെറ്റ് ആണ്. അതിനുശേഷം PP2 എന്ന് പറയുന്നത് എന്താണ്? സേഫ്റ്റി ഫുട്വെയർ ആണ്. സേഫ്റ്റി ഫുട്വെയർ അല്ലെ, ഇത്തരത്തില് സേഫ്റ്റി ഫുട്വെയർ ആണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. മൂന്നാമത് പറയുന്നത് PP3 ആയിട്ട് പറയുന്നത് റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ഇത്തരത്തില് റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നോസ് മാസ്കുകളൊക്കെ നമുക്ക് ഇത്തരത്തിൽ റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആയിട്ട് പറയാം, നോസ് മാസ്കുകളൊക്കെ. PP4 എന്ന് പറയുന്നത് എന്താ? ആംസ് ആൻഡ് ആംസ് ആൻഡ് ഹാൻഡ് പ്രൊട്ടക്ഷൻ, അതായത് കൈകൾക്ക് ഉള്ള കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ, ആംസിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആണ് PP4 എന്ന് പറയുന്നത്. PP5 എന്ന് പറയുന്നത് എന്താണ്? ഐസ് ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ, ഇത്തരത്തിൽ കണ്ണുകൾക്കും മുഖത്തിനും ഒക്കെ നമ്മൾ കൊടുക്കുന്ന പ്രൊട്ടക്ഷനെയാണ് നമ്മൾ PP5 എന്ന് പറയുന്നുണ്ടാവുക. PP6 എന്ന് പറയുന്നത് എന്താ? പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, ഇത്ര എപ്രോൺ ഒക്കെയാണ് നമ്മുടെ PP6 വരുന്നുണ്ടാവുക. PP7 ആണ് ഇയർ പ്രൊട്ടക്ഷൻ, ഇത്തരത്തില് എന്താണ്? ഇയർ ബഡുകൾ അല്ലെങ്കിൽ ഇയർ മഫുകളൊക്കെ PP7 ആണ്. PP8 ആണ് സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ്, അതായത് നമുക്ക് തൂങ്ങി നിന്നൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്ത് ബെൽറ്റുകളൊക്കെ നമ്മൾ ഹാർനസും ബെൽറ്റും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകും. ഇപ്പൊ ഹാങ് ഒക്കെ ചെയ്ത് നമ്മൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം പെയിന്റ് അടിക്കുന്ന സമയത്ത് ഹാങ് ഒക്കെ ചെയ്ത് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ സേഫ്റ്റി ബെൽറ്റ്, ഹാർനസ് ഒക്കെ നമ്മൾ ഇത്തരത്തിൽ PP8 ക്ലാസിഫൈ ചെയ്യുന്നുള്ളതും ഓർത്തിരിക്കാം. സോ അങ്ങനെ PP1 മുതൽ PP8 ആസ് പെർ BAE സ്റ്റാൻഡേർഡ് നമ്മൾ ഓരോന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബെനിഫിറ്റ്സ് ഓഫ് ഗുഡ് ഷോപ്പ് ഫ്ലോർ മെയിൻ്റനൻസ്. കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പ് ഫ്ലോർ അല്ലെ, നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഷോപ്പ് ഫ്ലോർ നല്ല രീതിയിൽ മെയിൻ്റനൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുകയാണ്, കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്? അല്ലെ, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അല്ലെ, നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ ആക്സസിബിൾ ആയിരിക്കണം. സോ അതുകൊണ്ട് ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഷോപ്പ് ഫ്ലോർ മെയിൻ്റനൻസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി അല്ലെ, നമുക്ക് അവിടെയുള്ള പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അവിടെയുള്ള ലേബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി ആയിക്കോട്ടെ, അപ്പം ആ ഒരു പ്രൊഡക്ടിവിറ്റി നമുക്ക് പ്രോപ്പറായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഇംപ്രൂവ്ഡ് ഓപ്പറേറ്റർ എഫിഷ്യൻസി, അവിടെയുള്ള ഓപ്പറേറ്ററിന്റെ എഫിഷ്യൻസി നമുക്ക് അവിടെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അവിടെയുള്ള ലേബറിന്റെ എഫിഷ്യൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, അവിടുത്തെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഇംപ്രൂവ്ഡ് സപ്പോർട്ട് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻവെന്ററി ഓഫ് വർക്ക് ഇൻ പ്രോസസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെ, ഇത്തരത്തില് അവിടെയുള്ള വർക്ക് ഇൻ പ്രോസസ്, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളുടെ ആ ഒരു പ്രോസസ് 1 by 1 അല്ലെ, സ്റ്റേജ് 1 സ്റ്റേജ് 2 ഓരോ സ്റ്റേജിലുള്ള ആ ഒരു പ്രോഗ്രസ്സും, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. കൃത്യമായിട്ട് ഒരു വെൽ പാക്ഡ് ആയിട്ട് നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെൽ ക്ലീൻഡ് ആയിട്ട് ഉള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് ഇത്തരത്തിൽ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, സ്റ്റോറേജ് ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. സ്ക്രാപ്പ് ഒക്കെ റിഡക്ഷൻ ചെയ്യാൻ പറ്റില്ല, ഇത്തരത്തിൽ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ സ്ക്രാപ്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ബെറ്റർ കൺട്രോൾ ഓഫ് യുവർ മാനുഫാക്ചറിങ് പ്രോസസ്, അവിടുത്തെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ നമുക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ്, ഇത്തരത്തിൽ നമുക്ക് എന്താണ്, കൃത്യമായിട്ട് നമുക്ക് അവിടെയുള്ള പ്രൊഡക്ഷൻ റെസ്പോൺസിബിലിറ്റി നമുക്ക് അസൈൻ ചെയ്യാനും, സൂപ്പർവൈസേഴ്സിനെ നമുക്ക് കൃത്യമായിട്ട് അസിസ്റ്റ് ചെയ്യാനും ഒക്കെ ഇത്തരത്തിൽ നമുക്ക് നല്ലൊരു ഷോപ്പ് ഫ്ലോർ മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നുള്ളത് ഓർത്തിരിക്കാം. സോ മോർ ടൈംലി ഇൻഫർമേഷൻ ടു അസിസ്റ്റ് ഷോപ്പ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ് ഇൻ മാനേജിങ് ദെയർ അസൈൻഡ് പ്രൊഡക്ഷൻ റെസ്പോൺസിബിലിറ്റി. ഇത്തരത്തിൽ കൃത്യമായിട്ട് നമുക്ക് സമയത്ത് നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും, അല്ലെങ്കിൽ അവിടെയുള്ള ഷോപ്പ് ഫ്ലോർ സൂപ്പർവൈസേഴ്സിനെ കൃത്യമായിട്ട് അസിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ്, കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ റെസ്പോൺസിബിലിറ്റി ഒക്കെ അസൈൻ ചെയ്യാനും ആ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. റിഡക്ഷൻ ഇൻ ഡൗൺ ടൈം ഡ്യൂ ടു ബെറ്റർ മെഷീൻ ആൻഡ് ടൂൾ മോണിറ്ററിങ്, ഇത്തരത്തിൽ എന്താണ്, അത് ബ്രേക്ക് ഡൗൺ ആവുന്ന മെഷീൻ ബ്രേക്ക് ഡൗൺ ആവുന്നതും, അല്ലെങ്കിൽ അവിടെ എന്താണ് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു ലീഡ് ടൈമും ഡൗൺ ടൈമും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബെറ്റർ മെഷീൻ, അതുപോലെ ടൂൾ മോണിറ്ററിങ് കൃത്യമായിട്ട് നടത്താനും സാധിക്കും. സോ അതൊക്കെ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണെന്നുള്ളതും ഓർത്തിരിക്കാം. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് 5S കോൺസെപ്റ്റ് ആണ്. 5S കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് 5S കോൺസെപ്റ്റ് ഇത്തരത്തിൽ ആ ഒരു ഷോപ്പ് ഫ്ലോർ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് 5S എന്ന് പറയുന്നത്. സോ 5S ഒരു ജാപ്പനീസ് മെത്തഡോളജിയാണ്. ഇത്തരത്തിൽ ടൊയോട്ട അല്ലെ, നമ്മുടെ കാർ മാനുഫാക്ചറിങ് കമ്പനിയായ ടൊയോട്ടയാണ് ആദ്യമായിട്ട് ഇത്തരത്തിൽ 5S കോൺസെപ്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇൻ ജപ്പാൻ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ സിറി, സെയ്റ്റൻ, സീസോ, സിറ്റ്കേസു, ഷിറ്റ്സുഗെ, അങ്ങനെ 5 എസ്സുകൾ അല്ലെ. ഒന്നാമത്തെ എസ് എന്ന് പറഞ്ഞ സിറി, 2 സെയ്റ്റൻ, 3 സീസോ, 4 സെയ്റ്റ്കേറ്റ്സു, 5 ഷിറ്റ്സുഗെ, അങ്ങനെയാണ് 5 എസ്സുകൾ ഉള്ളത്. ഈ 5 എസ്സിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്, ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സിറി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ.
നമ്മളുടെ ഒരു പ്രോഡക്റ്റ് കൃത്യമായിട്ട് സോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ സേറ്റൺ എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് അല്ലെ, ആദ്യം അതൊന്ന് സെറ്റ് ചെയ്തതിനു ശേഷം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ കൊടുക്കുക. സീസോ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലീനിങ് ആണ്, ഷൈൻ ചെയ്യുക, ഷൈൻ എന്നാണ് സീസോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെറ്റ് കേസു എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ഷിറ്റ്സുഗെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്രോസസ്സ് സസ്റ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ സസ്റ്റെയിൻ ചെയ്യുക. അങ്ങനെ 5 കാര്യങ്ങളാണ് ഈ സിറി, സെയ്റ്റൻ, സീസോ, സെറ്റ് കേസു, ഷിറ്റ്സുഗെ എന്ന് പറയുന്ന 5 വേർഡുകൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥമാണ് സോർട്ട്, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്, ഷൈൻ, സ്റ്റാൻഡർഡൈസ്, അതുപോലെ തന്നെ സസ്റ്റെയിൻ. ഓക്കെ, സോ അത്തരത്തിലുള്ള 5 എസ്സുകളാണ് 5S കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ആദ്യം സോർട്ട് ചെയ്യുക, അതിനുശേഷം അതിനെ ഓർഡർ ആക്കുക. ഓക്കെ, ഇപ്പം ഇത്തരത്തിൽ ഓരോന്നിന്റെയും പ്രത്യേകതകൾ അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ പ്രൊഡക്റ്റുകളെ നമ്മൾ സോർട്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ ഓർഡറിൽ സെറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്തു, ഷൈൻ ചെയ്തു, ദെൻ നമ്മുടെ ആ ഒരു പ്രോസസ്സ് സ്റ്റാൻഡർഡൈസ് ചെയ്തു, ദെൻ അത് ആ ഒരു പ്രോസസ്സ് സസ്റ്റെയിൻ ചെയ്യുക അല്ലെ, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. സോ അങ്ങനെയാണ് ഈ 5S കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ സിറി എന്ന് പറയുന്നത് എന്താണ്, സോർട്ട് അല്ലെ, ആദ്യത്താണ് സിറി, ദെൻ അതിനുശേഷമാണ് സെയ്റ്റൻ, സീസോ, സെറ്റ് കേസ്, ഷിറ്റ്സുഗെ. അപ്പൊ സിറി എന്ന് പറഞ്ഞാൽ സോർട്ട് ആണ്. ആ സോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, റിമൂവ് അൺനെസസറി ഐറ്റം ആൻഡ് എൻഷുർ പ്രോപ്പർ ഡിസ്പോസൽ. അത്തരത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ നമ്മൾ അതിനകത്ത് നിന്ന് മാറ്റി വെക്കുക, അതിനെ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുക. ദെൻ എലിമിനേറ്റ് ഒബ്സ്റ്റക്കിൾ ഫോർ സ്മൂത്ത് വർക്കിംഗ്. അത്തരത്തിൽ സ്മൂത്ത് വർക്കിങ്ങിനെ എന്താണ് റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. സോ സിറി അല്ലെങ്കിൽ സോർട്ട് എന്നറിയപ്പെടുന്നത്. സിറി കഴിഞ്ഞാൽ നെക്സ്റ്റ് സെയ്റ്റൺ ആണ്. സെയ്റ്റൺ മീൻസ് അതെന്താണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുക. സോ അറേഞ്ച് ഓൾ നെസസറി ഐറ്റംസ് സോ ദാറ്റ് ദേ ക്യാൻ ഈസിലി അല്ലെ, ഇത്തരത്തില് അത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് ടൂൾസുകളെയൊക്കെ എന്താണ്, കട്ടിംഗ് ടൂൾസ് എന്നുള്ളത് അങ്ങനെ ഹാൻഡ്ലിംഗ് ടൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിലും കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ ഹാൻഡ്ലിംഗ് ടൂൾസ് എല്ലാം ഒരു സ്ഥലത്ത്, കട്ടിംഗ് ടൂൾസ് എല്ലാം മറ്റു സ്ഥലത്താണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാൻ സാധിക്കും അല്ലെ. സോ സീസോ എന്ന് പറഞ്ഞാൽ എന്താ, ഷൈൻ ആണ്, കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ദ വർക്കിംഗ് ഏരിയ ഓൺ റെഗുലർ ബേസിസ് അല്ലെ, കൃത്യമായിട്ട് വർക്കിംഗ് ഏരിയ ക്ലീൻ ചെയ്യുക. കീപ് വർക്ക് പ്ലേസ് സേഫ് ആൻഡ് ക്ലീൻ, അതായത് വളരെ സേഫും ക്ലീനുമായിട്ട് വർക്ക് പ്ലേസുകൾ വെക്കുക എന്നുള്ളതാണ് സീസോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീസോ മീൻസ് ഷൈൻ. അപ്പോൾ സിറി, സോർട്ട്, സെയ്റ്റൻ. സിറി, സെയ്റ്റൻ മീൻസ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്, സീസോ മീൻസ് ഷൈൻ. നെക്സ്റ്റ് സെയ്റ്റ് കേറ്റ്സു ആണ്. സെയ്റ്റ് കേറ്റ്സു എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ മെയിൻറ്റെയിൻ ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്ലീനിങ് ഓർ ഹൗസ് കീപ്പിംഗ്, ദെൻ മെയിൻറ്റെയിൻ എവറിത്തിങ് ഇൻ ഓർഡർ. ഇത്തരത്തിൽ എന്താണ്, ഹൈ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുക, അത് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഷിറ്റ്സുഗെ വരുന്നത്, ദാറ്റ് മീൻസ് സസ്റ്റെയിൻ ചെയ്യുക. സോ കീപ് എക്യുപ്മെന്റ് ഇൻ വർക്കിംഗ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ആൻഡ് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഫീഡ്ബാക്ക് ഷുഡ് ബി ഇമ്പാർട്ടഡ് റെഗുലർലി ടു അച്ചീവ് ഗോൾ. ഇത്തരത്തില് സെയ്റ്റ് കേറ്റ്സു മീൻസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഷിറ്റ്സുഗെ മീൻസ് അത് സസ്റ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. സോ കീപ് എക്യുപ്മെന്റ് ഇൻ വർക്കിംഗ് ഓർഡർ, ഡിസിപ്ലിൻ ഷുഡ് ബി മെയിൻറ്റെയിൻഡ്, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഫീഡ്ബാക്ക് ഷുഡ് ബി ഇമ്പാർട്ടഡ് റെഗുലർലി ടു അച്ചീവ് ഗോൾ. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്കും കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് എന്താണ്, റെഗുലർ ആയിട്ട് അത് മോണിറ്റർ ചെയ്തുകൊണ്ട് അത് ആ ഒരു ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് സസ്റ്റെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. സോ ഇത്തരത്തിലാണ് 5S കോൺസെപ്റ്റ് എന്നത് മനസ്സിലാക്കാം. നെക്സ്റ്റ് വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട 1-2 പോയിന്റ് ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ആണ് ബേസിക്കലി വേസ്റ്റ് ഡിസ്പോസൽ ഉദ്ദേശിക്കുന്നത്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എല്ലായ്പ്പോഴും നമുക്കറിയാം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പല വേസ്റ്റുകൾ ഉണ്ടാകും, അത് കൃത്യമായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ എല്ലാം ഡിസ്പോസൽ ചെയ്യേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. സോ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിൽസും മൈൻസും ഒക്കെ ഇത്തരത്തില് ഫാക്ടറീസ് നിന്നൊക്കെ എന്താണ് ഇത്തരത്തിൽ വേസ്റ്റ് പ്രോഡക്റ്റുകൾ പുറത്തേക്ക് എടുക്കുന്നുണ്ടാവും അല്ലെ. സോ അത്തരത്തിലുള്ള വേസ്റ്റുകൾ പൊതുവെ കോട്ടൺ വേസ്റ്റ് ഉണ്ടാകും, മെറ്റൽ ചിപ്പുകൾ ഉണ്ടാകും, അപ്പം ഡിഫറെന്റ് മെറ്റീരിയൽസിന്റെ മെറ്റൽ ചിപ്പുകൾ, ഓയിൽ വേസ്റ്റ് ഉണ്ടാകും, ഫോർ എക്സാമ്പിൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, കൂളന്റ്, അതുപോലെ തന്നെ അതർ വേസ്റ്റ് സച്ച് ഇലക്ട്രിക്കൽ, ഗ്ലാസ്, അത്തരത്തിലുള്ള പ്ലാസ്റ്റിക്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുക അല്ലെ. അപ്പൊ അത്തരത്തില് പലതരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്, അതിനെയൊക്കെ കൃത്യമായിട്ട് ഡിസ്പോസൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. 3 റൂൾ ഫോർ വേസ്റ്റ് ഡിസ്പോസൽ. വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് 3R റൂൾ, 3R റൂൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. 3R റൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. മെയിൻ ആയിട്ട് 3 Rകളാണ്. ഒന്ന് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. സോ ഇത്രയേ ഉള്ളൂ 3Rമായി ബന്ധപ്പെട്ട്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വേണ്ടുന്നത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാം. സോ മെറ്റീരിയൽ മസ്റ്റ് ബി യൂസ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നെസസറി ഫോർ അസ് അല്ലെ. അത്തരത്തിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യുക, അനാവശ്യമായിട്ട് യൂസ് ചെയ്ത് കളയാതിരിക്കുക. റീയൂസ് എന്ന് പറഞ്ഞാൽ എന്താ,
നമ്മൾ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ, വീണ്ടും വീണ്ടും അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വി ക്യാൻ യൂസ് ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ഫോർ ഡിഫറെന്റ് പർപ്പസ്, അല്ലെ? ഒന്നല്ലെങ്കിൽ മറ്റൊരു പർപ്പസുകൾക്ക് വീണ്ടും വീണ്ടും അതേ പ്രൊഡക്റ്റ് തന്നെ അല്ലെങ്കിൽ അതേ ഡിവൈസ് അല്ലെങ്കിൽ അതേ മെറ്റീരിയൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? സോ വി ക്യാൻ റീഫോം ഗ്ലാസസ്, പ്ലാസ്റ്റിക്സ്, മെറ്റൽസ് ആൻഡ് പേപ്പർ ഒബ്ജക്ട്സ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു യൂസ്ഫുൾ സബ്സ്റ്റൻസ്, അല്ലെ? ഇത്തരത്തിൽ റീസൈക്കിൾ ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സിമ്പിൾ ആണ് പ്രധാനമായിട്ടും 3Rന്റെ ഒരു കോൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് റീസൈക്ലിംഗ്. ഇത്തരത്തിൽ റീസൈക്ലിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, റീസൈക്കിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കാണാറുണ്ടാവും. അവർക്ക് എന്താ ഇത്തരത്തിലുള്ള ഒരു എംബ്ലം കൊടുക്കാറുണ്ട്. ദാറ്റ് ഈസ് അത് റീസൈക്കിളബിൾ ആണ്, അതായത് റീസൈക്കിൾഡ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത്തരത്തിലാണ് ഈ പറയുന്ന 3R റൂൾ, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ പറഞ്ഞ വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് ബിന്നുകൾ നമ്മൾ സാധാരണ വെക്കാറുണ്ട്, അല്ലെ? വേസ്റ്റ് ബിന്നുകൾ ഉണ്ടാവും. അത് ഓരോ മെറ്റീരിയലിനനുസരിച്ചായിരിക്കും ഓരോ ബിന്നുകൾ മാറുന്നുണ്ടാവുക. സോ അതിന്റെ ആ ഒരു ബിന്നും കറസ്പോണ്ടിങ് വേസ്റ്റ് മെറ്റീരിയലിന്റെ കോഡും അല്ലെങ്കിൽ ബിന്നിന്റെ കോഡും വേസ്റ്റ് മെറ്റീരിയലുമാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ ഒന്ന് ശ്രദ്ധിക്കുക, പേപ്പർ ആണ് എന്നുണ്ടെങ്കിൽ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അപ്പൊ ബ്ലൂ കളറിലുള്ള ഒരു വേസ്റ്റ് ബിൻ ആയിരിക്കും നമ്മളവിടെ വെച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ പ്ലാസ്റ്റിക് യെല്ലോ ആണ്. സോ പേപ്പർ എന്ന് പറയുന്നത് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് യെല്ലോ ആണ്. മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ അത് റെഡ് ആണ്, റെഡ് കളറിലുള്ള ഒരു വേസ്റ്റ് ബിൻ ആയിരിക്കും. ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ കളറിലുള്ള വേസ്റ്റ് ബിൻ ആയിരിക്കും. ഫുഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് കളറിലുള്ള വേസ്റ്റ് ബിൻ ആയിരിക്കും. ഇതല്ലാണ്ട് മറ്റ് ഐറ്റംസ്, മെറ്റീരിയൽ ഏതെങ്കിലും ആണെങ്കിൽ അത് സ്കൈ ബ്ലൂ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ ഗ്ലാസ് എന്ന് പറയുന്നത് ഗ്രീൻ ആണ്, അതുപോലെ തന്നെ ഫുഡ് എന്ന് പറയുന്നത് ബ്ലാക്ക്, സോ പ്ലാസ്റ്റിക് യെല്ലോ, മെറ്റൽ റെഡ്, പേപ്പർ ബ്ലൂ ആണെന്നുള്ളതും ഓർത്തിരിക്കാം. സോ ഇത്രയാണ് നമുക്ക് വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ വാട്ട് ഈസ് എ കളർ കോഡ് ഓഫ് ബിൻ ഫോർ വേസ്റ്റ് പേപ്പർ സെഗ്രിഗേഷൻ? ഇത്തരത്തിൽ പേപ്പർ സെഗ്രിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ, പേപ്പർ വേസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കളറിലുള്ള വേസ്റ്റ് ബിന്ന് കോഡാണ് അല്ലെങ്കിൽ ഏത് കളറിലുള്ള ബിൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് കളറിലുള്ള വേസ്റ്റ് ബിൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുക? സോ ഓപ്ഷൻ റെഡ്, ഓപ്ഷൻ ബി ഗ്രീന്, ഓപ്ഷൻ സി ബ്ലൂ, ഓപ്ഷൻ ഡി ബ്ലാക്ക്. സോ റെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം മെറ്റൽ. സോ മെറ്റൽ ആണെങ്കിൽ റെഡ് ആണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലാസ് ആണ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? പേപ്പർ ആണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് ഐറ്റം ആണ്, അല്ലെ? സോ ഇവിടെ ഉത്തരം എന്താ വരിക? സോ പേപ്പർ വേസ്റ്റ് ആണ് പറഞ്ഞത്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ബ്ലൂ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സോ ബ്ലൂ കളറിലെ വേസ്റ്റ് ബിൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക പേപ്പർ കളക്ട് ചെയ്യാൻ വേണ്ടി, പേപ്പർ സെഗ്രിഗേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ചോദ്യം, വിച്ച് ഈസ് ദ ഇമ്മീഡിയറ്റ് ലൈഫ് സേവിംഗ് പ്രൊസീജിയർ? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ലൈഫ് സേവിംഗ് പ്രൊസീജിയർ ഏതാണ്? ഓപ്ഷൻ എ ഫസ്റ്റ് എയ്ഡ്, ഓപ്ഷൻ ബി ഇന്റൻസീവ് കെയർ, ICU എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ തന്നെ കോൾ എ ഡോക്ടർ, ഓപ്ഷൻ ഡി മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പൊ അത്തരത്തില് വിച്ച് ഈസ് ദ ഇമ്മീഡിയറ്റ് ലൈഫ് സേവിംഗ് പ്രൊസീജിയർ? നമുക്കറിയാം ഫസ്റ്റ് എയ്ഡ് ആണ്, അല്ലെ? ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ അടിയന്തരമായിട്ട് നമ്മൾ ആ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നവരാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ തേർഡ് സ്റ്റെപ്പ് ഇൻ 5S പ്രോസസ്? 5S പ്രോസസ്സിനകത്ത് തേർഡ് സ്റ്റെപ്പ് ഏതാണ്? ഓക്കെ, ആദ്യം നമ്മൾ എന്തായിരുന്നു? ആദ്യം നമ്മൾ സോർട്ട് ചെയ്തു, അല്ലെ? സോർട്ട് ചെയ്തതിനു ശേഷം അത് എന്താണ്? സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തു. അതിനുശേഷം എന്താണ് നമ്മൾ ചെയ്തത്? സോർട്ട് ചെയ്തു, അറേഞ്ച് ചെയ്തു, പിന്നെ എന്താ ചെയ്തത് നമ്മള്? ഷൈൻ, അല്ലെ? ഷൈൻ ചെയ്തു, ക്ലീൻ ചെയ്തു. അതിനുശേഷം എന്താ ചെയ്തത് നമ്മള്? ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു? അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തു, അല്ലെ? സ്റ്റാൻഡേർഡൈസ് ചെയ്തതിനു ശേഷം എന്താണ്? സസ്റ്റെയിൻ ചെയ്തു. സോ സോർട്ട്, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്, ഷൈന്, സ്റ്റാൻഡേർഡൈസ് ചെയ്തു. അതിനുശേഷം നമ്മളത് എന്ത് ചെയ്തു? സസ്റ്റെയിൻ ചെയ്തു. സോ സിറി, അതുപോലെ തന്നെ സെയ്റ്റൻ, സീസോ, ഷിക്കേസു, സെയ്റ്റ്കേസു, ഷിറ്റ്സുഗെ, അല്ലെ? സെയ്റ്റ്കേസു, ഷിറ്റ്സുഗെ. അങ്ങനെ എന്താണ്? 5S ആണെന്നുള്ളത് കണ്ടു. അപ്പം ഇന്നത്തെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷൈൻ ആണ്. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ, ഷൈൻ. സോ 5Sനകത്ത് മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? സോർട്ട്, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്, സോർട്ട് അല്ലെങ്കിൽ സെറ്റ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്. മൂന്നാമതാണ് ഷൈൻ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ സസ്റ്റെയിൻ ഏറ്റവും അവസാനത്തെയാണ്. അതുപോലെ തന്നെ സെറ്റ് ഇൻ ഓർഡർ എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. 3 സോർട്ട് എന്ന് പറയുന്നത് 1 അല്ലെ? സോ ഇവിടെ മൂന്നാമതായിട്ട് വരുന്നുണ്ടാവുക ഷൈൻ ആണ്. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ മൂന്നാമത് ഷൈൻ ആണെന്നുള്ളത് കണ്ടു. സോ സീസോ അല്ലെങ്കിൽ ഷൈൻ ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. മറ്റേ ചോദ്യം, ഇൻ 3R റൂൾ, അല്ലെ? 3R റൂൾ
ഫോർ വേസ്റ്റ് ഡിസ്പോസൽ 3R സ്റ്റാൻഡ്സ് ഫോർ. 3R റൂളിനകത്ത് 3R എന്തുകൊണ്ടാണ് 3R എന്ന് പറയുന്നത് എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ കണക്കാക്കുന്നത്, എന്തായിട്ടാണ് കണക്കാക്കുന്നത്? സോ റീസ്റ്റോർ, റീയൂസ്, റീസൈക്കിൾ. റീസ്റ്റോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. ദെൻ റീയൂസ്, റിമൂവ്, റീസൈക്കിൾ ഇല്ല. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, റെഡ്യൂസ്, റീസ്റ്റോർ, റീസൈക്കിൾ. സോ ഇതുമല്ല. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. മറ്റേ ചോദ്യം, മാച്ച് ലിസ്റ്റ് 1 and 2 എത്തരത്തിൽ മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റും എക്യുപ്മെന്റ് യൂസ്ഡും ആണ്. സോ മാസ്ക്, ഏപ്രോൺ, സേഫ്റ്റി ബെൽറ്റ് അല്ലെ. മാസ്ക് എന്ന് പറയുന്നത് നോസ് റെസ്പിറേറ്ററി ആണ്. ഏപ്രോൺ എന്ന് പറയുന്നത് ബോഡി ആണെന്നുള്ളത് നമ്മൾ കണ്ടു. സേഫ്റ്റി ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഹാങ് ചെയ്തിട്ടുള്ള അല്ലെ, ഇത്തരത്തില് ഓവർ ഹെഡ് വർക്കുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. സോ സേഫ്റ്റി ബെൽറ്റ്, ഓവർ ഹെഡ് വർക്ക്, പ്രൊട്ടക്ഷൻ ഓവറോൾ ഫ്രണ്ട് ബോഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ എന്താണ് ഏപ്രോൺ, മാസ്ക് ആണെന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ അല്ലെ. ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഒന്നാമത്തത് 3, ഒന്നാമത്തെ 3, രണ്ടാമത്തത് 2, മൂന്നാമത്തത് 1. ഓക്കെ, മൂന്നാമത്തത് 2 ആണ് അല്ലെ. മൂന്നാമത്തത് 2, രണ്ടാമത്തത് 1, ഒന്നാമത്തത് 3. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. 1, 3, 2, 1. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് നമ്മുടെ 2 വരിക. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ ഫൈൻ. സോ ഈ ഒരു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുള്ള 4-5 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.